എൻ്റെ ഈ അവസ്ഥ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ ഒരു അവസ്ഥയിലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഈ ശരീരത്തിൽ ഒരുപാട് പൊട്ടലും ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ശ്വാസം പോകുമ്പോൾ ആ മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നില്ല. നീ ഒരു ഓപ്പറേഷൻ കൊണ്ടെന്നാ പറഞ്ഞത്. എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ജീവന്റെ മെടുപ്പാണ്. കണ്ടില്ല നിങ്ങൾ അത്രമാത്രം സങ്കടത്തോടു കൂടി നിൽക്കുന്ന, ഞാനിത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ട ഒരു ശ്വാസം എടുക്കുകയാണ്. മൂക്കിലൂടെ വായിലൂടെ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. എനിക്ക് സഹായമായിട്ട് ഈ ചെവിയിരിക്കുകയാണ്. എൻ്റെ ഒപ്പം കൂടെ നിൽക്കും. മറ്റാരും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ചെവിരിക്കും, വന്നതിലിരിക്കും. ഇപ്പൊ മനസ്സിനൊരു ചെറിയൊരു സന്തോഷം, തിരിച്ചു വരാമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇനി എൻ്റെ അവസ്ഥ എന്തോ എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ വാപ്പായെ എനിക്ക് തിരികെ നോക്കണം. അവരെ പ്രയാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. തിരിച്ചു വേണം പഴയതുപോലെ. ഇത്രയും നമുക്ക് തിരിച്ചു എന്തെങ്കിൽ ബാക്കി എല്ലാവരും സഹായിച്ച് ഞങ്ങളെ തിരിച്ചു തരണം. എൻ്റെ ഉമ്മാനും അപ്പാനും ഒന്നും വേറെ ആരുമില്ല. എന്താ ശരിയാ? ഇത്രയും നമുക്ക് തിരിച്ചാണ് എല്ലാരും തിരിച്ചു സംസാരവും എല്ലാം തിരിച്ചു. 35 വയസ്സ് മാത്രം പ്രായമുള്ള കൊല്ലം ജില്ലയിലെ ഓച്ചിറ പഞ്ചായത്തിലെ മേമന താമസിക്കുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ പ്രിയപ്പെട്ട മകനാണ് 35 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ അൻസാരി എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ. ഈ ബൈക്ക് അപകട പരിക്ക് പറ്റുകയും മാരകമായ പരിക്ക് പറ്റി കാലിന് സർജറി ചെയ്യേണ്ടി വന്നു. 12 പൊട്ടുകൾ ഉണ്ടായിരുന്നു. കാലിന് സർജറി ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ താടിയെല്ലിന് മാരകമായ പരിക്ക് പറ്റി, പല്ല് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ മുഖം നിൽക്കുന്നത് സംസാരിക്കാൻ പോലും പ്രയാസമാണ്. പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ടാണ്. അതോടൊപ്പം തന്നെ കൈക്കും സർജറി കഴിഞ്ഞു, 2 കൈക്കും സർജറി കഴിഞ്ഞു. ഇപ്പോ ഭക്ഷണം കൊടുക്കുന്നത് ഈ ട്യൂബിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, മാരകമായി കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത പ്രയാസമുള്ള, വേദനയുള്ള, സങ്കടമായിട്ടുള്ള അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഈ ആശുപത്രിയിൽ വന്നപ്പോൾ മറ്റൊരു പാവപ്പെട്ടവന്റെ വീഡിയോ പകർത്താൻ വന്നപ്പോഴാണ് ഈ കുടുംബം എന്നോട് കാല് പിടിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി ഈ ചെറുപ്പക്കാരന്റെ സങ്കടം എൻ്റെ മുമ്പിൽ കാണിച്ചത്. എനിക്ക് കൈവിട്ട് കളയാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ പ്രിയപ്പെട്ട സഹോദരനെ വന്ന് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നാളെ അള്ളാന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സങ്കടം പച്ചയായി എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഈ പ്രിയപ്പെട്ട ഉപ്പയുടെ ജോലി എന്താണെന്നറിയാം നിങ്ങൾക്ക്? റോഡരിയിൽ പച്ചക്കറി വിൽക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ട ഉപ്പ ഇതിനുള്ള പൈസ മറ്റുള്ളവന്റെ മുമ്പിൽ നിന്ന് യാചിച്ചും താൽക്കാലികമായി ഒപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുള്ളത്. ശ്വാസം മുട്ടല് പോട്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാ രീതിയിലും എന്നെ നിങ്ങൾ സഹായിക്കണം. റബ്ബിനെ ഈ പിള്ളേർ വന്ന് ഇപ്പം എന്നെ ഏറ്റവും വലിയ രീതിയിൽ ഇപ്പോൾ സഹായിക്കാം പറഞ്ഞെല്ലാം ചെയ്തിരിക്കുകയാണ്. ഇപ്പം 70 വയസ്സായെങ്കിലും ഞാൻ ഇന്ന് എൻ്റെ ഈ കൈയെല്ലാം വളരെ പ്രശ്നമാണ്. 1 കിലോ സാധനം പോലും പോക്കി വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം എനിക്കുള്ളത്. കുഞ്ഞിന്റെ തൊട്ടിട്ട് വെള്ളം കൊടുത്തിട്ട് എത്ര ദിവസമായി മക്കളെ? 4-5 മാസമായി എന്റെ കുഞ്ഞിന് ഒരു വാട്ടിച്ച് വെള്ളം കുടിച്ചിട്ടോ വർത്താനം പറഞ്ഞിട്ടോ. ഞാൻ പച്ചയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കുടുംബത്തെ പങ്കുവെക്കുകയാണ്. ഈ നാട്ടിലെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ, ദീനീ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാ. ഒരാൾക്ക് പോലും ഒരു പരാതിയോ കുറ്റമോ കണ്ടെത്താനില്ല. തങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ്
അൻസാരിയെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ഗതികേട് കൊണ്ടാണ് ഈ ഓച്ചിറ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാർ, പൊതുപ്രവർത്തകന്മാർ, അതിലേറെ നന്മയുള്ള പ്രിയപ്പെട്ടവർ, പച്ചയായ മനുഷ്യർ, ഞങ്ങളൊരു ചെറിയ ഗ്രാമമാ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ അപ്പുറം ഞങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പൊന്നുപോലെ ഞങ്ങൾക്ക് വിട്ടു കിട്ടാൻ വേണ്ടി ദൈവത്തിനോടും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകി നല്ലവരായ നാട്ടുകാർ എന്റെ മോന് വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക, ഞാൻ അപേക്ഷിക്കുക. ഇനി ഇന്ന് കൈനീട്ടാൻ ഒരിടമില്ല. രക്ഷിതാവേ, നീ തന്നെ രക്ഷിക്ക്. എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മകനെ തിരികെ തരണേ. ഞാൻ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി. കഴിഞ്ഞ 6 മാസക്കാലമായി അൻസാരി ലക്ഷർ ഹോസ്പിറ്റലിൽ അപകടത്തെ തുടർന്ന് ചികിത്സയിലാണ്. നിരവധിയായ ഓപ്പറേഷനുകൾ കഴിയുകയും ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പണമില്ലാത്തത് കാരണം അവിടെ തന്നെ കഴിയും. അതുപോലെ തന്നെ വലിയൊരു സർജറി ഇനി വേണ്ടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞനിയൻ്റെ ജീവന് വേണ്ടി, ഒരു കുഞ്ഞനിയൻ നമ്മളുടെ ഇടയിലേക്ക് ജീവിക്കുവാൻ വേണ്ടി, പ്രിയപ്പെട്ട അൻസാരിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മ ഇന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഞാൻ ഓച്ചിറ ചേന്നല്ലൂർ മസ്ജിദിൻ്റെ ജുമാ മസ്ജിദിൻ്റെ ഇമാം ഹനീഫ മുസ്ലിയാർ. എൻ്റെ മദ്രസയിൽ പഠിച്ച ഈ കുട്ടി, എൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഈ കുട്ടി ഏതാണ്ട് 6 മാസക്കാലമായിട്ട് ലക്ഷർ ഹോസ്പിറ്റലിൽ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിൽ അക്ഷരാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടുന്നതൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ CPM-ൻ്റെ ഓച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അൻസാരിയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നാട് ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് അൻസാറെ മലബാർ. ഞങ്ങളുടെ പ്രദേശത്തെ ദുരന്തമുഖങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന അൻസാരിയാണ് ഇന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി ലേഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത്. ഞാൻ ഓച്ചിറ താഹ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സംസാരിക്കുന്നു. ഈ വീഡിയോ ദർശിക്കുന്ന ഏവരും നാട്ടിലും സ്വദേശത്തും വിദേശത്തുമൊക്കെയുള്ള എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണം ഉള്ളവരെ, ഞാൻ RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിഹാബുദ്ദീൻ. എല്ലാ കാലത്തും എപ്പോഴും ഏത് സഹായത്തിനും ഓടിയെത്തുന്ന കുഞ്ഞനിയൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ധനസമാഹരണമാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അൻസാരി ഞങ്ങൾ ഏത് സമയത്തായാലും ഏത് രാത്രി വിളിച്ചിട്ടായാലും എല്ലാവരോടും ഞങ്ങളുടെ സ്വന്തം കാര്യത്തിനായാൽ പോലും നാട്ടുകാരുടെ കാര്യത്തിനായാൽ പോലും ചിരിച്ച മുഖമായിട്ട് പ്രസൻസോടുകൂടി തന്നെ ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന അൻസാരിയാണ്. എൻ്റെ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠതുല്യമായ അൻസാരി എന്ന വ്യക്തിയെ അകവഴിഞ്ഞ് എല്ലാവരും നാടിൽ സഹായിക്കണം. ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. നമസ്കാരം, ഞാൻ അൻസാരി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ സെക്രട്ടറി നൗഫൽ. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം കളക്ട് ചെയ്തു. ആ സഹോദരൻ തിരിച്ച് ജീവിതത്തിലൊരു വരണമെന്നൊറ്റ വാശിയിലാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി. എൻ്റെ വാർഡിലെ കുട്ടിയായിരുന്നു അൻസാരി എന്ന ചെറുപ്പക്കാരന്, സൽസ്വഭാവിയായ ഒരു കുട്ടി. എല്ലാ സുമനസ്സുകളും അൻസാരി എന്ന ആ പൊന്നുമോൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി സഹായമെത്തി. ഈ ഫ്ലെക്സ് കാണുന്ന എൻ്റെ മാമയാണ്. ഇന്ന് ചെറുപ്പക്കാരൻ ഞങ്ങളിലൊരാളാണ്, ഞങ്ങളുടെ സഹോദരനാണ്. വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. 12 ലക്ഷത്തിന്റെ പരം പൈസ അടച്ചാൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവന്റെ സർജറി നടക്കുള്ളൂ. അടിയന്തരമായി ഈ സർജറി നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് എമർജൻസിയായി അതീവ ഗുരുതരാവസ്ഥയിൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഈ പ്രിയപ്പെട്ട പാവപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ സങ്കടം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഏറ്റെടുക്കണേ പ്രിയപ്പെട്ടവരെ.